നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോഴിക്കോട് കക്കയത്തെ ഗൃഹനാഥന്റെ ജീവനെടുത്ത കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടും. കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന്. പൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDF UDF ഹർത്താൽ. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കോതമംഗലം പ്രതിഷേധ കേസ് ഇന്ന് കോടതിയിൽ. കോൺഗ്രസ് നേതാക്കൾ ഹാജരാകും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിഭാഗം. കൊച്ചി മെട്രോ രാജനഗരിയിലേക്ക്. അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നിന്ന് പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. അടിയന്തരമായി 26,000 കോടി കടമെടുക്കാൻ അനുമതി വേണമെന്നാവശ്യം. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ച അന്വേഷിക്കാൻ 4-അംഗ സമിതി. ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വീഴ്ച അന്വേഷിക്കും. സമിതിയെ നിയോഗിച്ചത് വൈസ് ചാൻസലർ. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു. വിശദമായ വാർത്ത